ഇവിടെ ശ്രീ എസ് കെ സജീഷ് അദ്ദേഹം ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പോട്ടെ ബാക്കിയുള്ള ആളുകളെല്ലാം വെറുതെ വിട്ടരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇത് കാണുന്നതല്ല. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കില്ലേ? അദ്ദേഹം പറഞ്ഞു ശബരിനാഥൻ വീഡിയോ എടുത്ത് ആവശ്യമുള്ള സാധനം മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ, എഡിറ്റ് ചെയ്തിട്ട് പുറത്ത് വിട്ടേക്കാണ്. കേരള പോലീസിന്റെ കയ്യിലാണ്. ഓ ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. താങ്കൾ ഇതുവരെ പറഞ്ഞെല്ലാം വേണ്ടുന്നതായിരുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സജീഷേ. ഞാനതുകൊണ്ട് താങ്കൾ താങ്കൾ ശബരിനാഥൻ എഡിറ്റ് അല്ല, വ്യക്തിപരമായി സഹോദര ശബരിനാഥൻ എഡിറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നതാണ് വരുന്നതെങ്കിൽ രാഹുലെ വ്യക്തിപരമായി നമ്മൾ അങ്ങ് കടക്കും. ഇച്ചിരി മോശമാവും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആണോ? രാഹുലിന്റെ സുഹൃത്തുക്കൾക്ക് രാഹുലിനെ പറ്റിയുള്ള അഭിപ്രായം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഇവിടെ സജീഷ് പറയുന്ന വീഡിയോ, ആ വീഡിയോ ശബരിനാഥൻ എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തുവിട്ടതെന്നാണല്ലോ സജീഷ് പറയുന്നത്. ആ ഫോൺ കേരള പോലീസിന്റെ ഇല്ല സജീഷേ. കേരള പോലീസിന്റെ മിനിസ്റ്റർ ആരാണ്? പിണറായി വിജയനല്ലേ? നിങ്ങൾക്ക് ആ ഫോൺ പരിശോധിച്ചൂടെ? ആ ഫോൺ പരിശോധിക്കുമ്പോൾ ആ വീഡിയോ എഡിറ്റഡ് ആണോ ഇല്ലയോ എന്ന് പറയില്ലേ? പിന്നെ താങ്കൾ പറഞ്ഞു നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് പാഞ്ഞെടുത്തു. ആ ദൃശ്യം എവിടെയാ? ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ദൃശ്യം ഏതാ? പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് രണ്ട് ചെറുപ്പക്കാര് പുറകിലേക്ക് വരുന്നു. ഇതല്ലേ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വിഷ്വല്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് പുറത്തുവിടണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ച ഒരു കേസാണെങ്കിൽ നിങ്ങൾ കയ്യിൽ ഇത്ര നിർണായകമായ തെളിവ് വെച്ചിട്ട് എസ് കെ സജീഷ് അതിങ്ങനെ മുക്കുന്നതിനാ? അത് പുറത്തുവിടുന്ന ധൈര്യമായിട്ട്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒന്നത്. രണ്ട്, കരിങ്കൊടി കാണിക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ നിങ്ങൾ വധശ്രമത്തിന് കേസെടുത്താൽ മൊത്തം കേൾപ്പിക്കുന്നില്ല, സമയക്കുറവുണ്ട്. പിണറായി വിജയന്റെ പഴയ പ്രസംഗമാണ്, അതായത് കരിങ്കൊടി കാണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന്. അപ്പൊ കരിങ്കൊടി കാണിക്കുന്നതൊക്കെ വധശ്രമത്തിന് ആഹ്വാനമാണ് എങ്കിൽ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് പിണറായി വിജയനെതിരായിട്ടൊരു കേസെടുക്കണ്ടേ? അത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? യൂത്ത് കോൺഗ്രസും ശബരിനാഥനും ഒക്കെ ആഹ്വാനം ചെയ്ത പ്രകാരം മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നങ്ങ് വിചാരിച്ചോളൂ. അപ്പൊ ഈ ചെറുപ്പക്കാര് എന്തിനാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറകിലേക്ക് പോകുന്നത്? അവർ ഈ മുദ്രാവാക്യം വിളിച്ച് പുറകിലേക്ക് പോയി ആളുകൾ അറ്റൻഷൻ സീക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഒന്ന്. രണ്ട്, ഇനി ഇവരെ അപായപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പോകുന്നതെന്ന് വിചാരിച്ചു. EP ജയരാജൻ ഇടയ്ക്ക് കയറുന്നു, തള്ളി മാറ്റുമ്പോൾ അപായപ്പെടുത്താനായിട്ട് വരുന്നവരാണല്ലോ. താങ്കളുടെ ഭാഷയിൽ, സജീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ കൊട്ടേഷൻ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി ആ കൊട്ടേഷൻ നടപ്പിലാക്കാനായിട്ട് വരുന്ന ആളുകളാണല്ലോ. ആ ആളുകൾ എന്ന നിലയിൽ ഇവര് EP ജയരാജൻ തള്ളി മാറ്റുമ്പോ അവിടെ വീണ് കിടക്കുന്നതല്ലാതെ അവര് തിരിച്ച് ചാടി എഴുന്നേക്കാത്ത എന്താ? അതൊന്നും എനിക്കറിയാൻ മേല. പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞു പോകാത്ത എന്താ? EP ജയരാജൻ എന്ന് പറഞ്ഞാൽ അപ്രതിരോധമായിട്ടുള്ള എന്തെങ്കിലും വസ്തുവാണോ? അല്ലല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.